ഒരു സൈഡിൽ കൂടെ ദൈവവിശ്വാസം വിൽക്കുകയും അതിൻ്റെ മറുവശത്തുകൂടി ഇതേപോലെയുള്ള പരിപാടികൾ പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നവരുടെ ഇവരുടെ പൊളിറ്റിക്കൽ കണക്ഷൻസും പണവും പവറും എല്ലാത്തിൻ്റെയും ധൈര്യത്തിലാണ് ഇവർ ഈ കാണിച്ചു കൂട്ടുന്നത്. നാണം കെട്ട വിശ്വാസികൾ ഇതേപോലെയുള്ള ക്രൂരകൃത്യങ്ങളെ ന്യായീകരിക്കാനായിട്ട് പറഞ്ഞ കാര്യങ്ങൾ രാഷ്ട്രീയക്കാർ ഇവരെ വന്ന് കാണുന്നതും അവരോടുള്ള ഇവരുടെ അടുപ്പവും ഒക്കെ നമുക്ക് വ്യക്തമായി മനസ്സിലാകും. ഇതേപോലെ ലൈംലൈറ്റിൽ നിൽക്കുന്ന പാസ്റ്റർമാർ ഒട്ടുമിക്ക ആൾക്കാർക്കും പേഴ്സണൽ ഗുണ്ടകളുണ്ട്. അവരെ പക്ഷേ മാനേജർമാരെ, കെയർടേക്കർമാരെ, ഡ്രൈവർമാരെ ഇങ്ങനെയുള്ള തസ്തികകളിലായിരിക്കും അവിടെ നിയമിച്ചിരിക്കുന്നത് എന്നുള്ളത് മാത്രം. ബിനു വാഴമുട്ടത്തിൻ്റെ ഉടായിപ്പ് പ്രവചനത്തെക്കുറിച്ച് അവസാനമായി ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഒട്ടനവധി ആളുകൾ വന്നിട്ട് ചോദിച്ചൊരു കാര്യമുണ്ട്, നിങ്ങൾ ആർക്കെങ്കിലും സഹായം ചെയ്യാറുണ്ടോ? ഞങ്ങളുടെ ബിനു വാഴമുട്ടത്തിനാണെങ്കിൽ സ്വന്തമായി ഓർഫനേജ് ഉണ്ട്, ഓൾഡ് ഏജ് ഹോം ഉണ്ട്, 10,000 പേർക്ക് ചോറ് കൊടുക്കുന്നു, 1,00,000 പേർക്ക് ചോറ് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ചാരിറ്റിയെക്കുറിച്ച് വളരെയധികം വാചാലരാകുന്നത് കമൻറ്റ് സെക്ഷനിൽ വ്യക്തമായിട്ടും കാണുകയുണ്ടായി. ആ കമൻറ്റ് ഇട്ടവർക്കെല്ലാം ഞാൻ കൃത്യമായും കൊടുത്ത മറുപടി എന്ന് പറയുന്നത്, ഈ ചാരിറ്റി എന്ന് പറയുന്നത് ആൾക്കാരുടെ കണ്ണിൽ പൊടി ഇടാനും അവർക്ക് പൈസ ഉണ്ടാക്കാനുള്ള മാർക്കറ്റിങ്ങിനുമായിട്ടുള്ള ഒരു പരിപാടി മാത്രമാണ്. വെറും 1 മാസം മുൻപാണ് പുനലൂര് ലിവിംഗ് വാട്ടേഴ്സ് എന്ന് പറയുന്ന ഇതേപോലെ തന്നെ ഒരു പെന്തക്കോസ്റ്റൽ ഗ്രൂപ്പ് പ്രവർത്തിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു 6 വയസ്സുകാരനെ തലകീഴായി കെട്ടിത്തൂക്കിയിട്ട് മർദ്ദിച്ച ഒരു വാർത്ത നമ്മൾ കണ്ടത്. അതിന്റെ വീഡിയോ ഓൾറെഡി ഞാൻ എൻ്റെ ചാനലിൽ സംസാരിച്ചിട്ടുള്ളതാണ്. അതിൽ ഞാൻ കൃത്യമായിട്ടും പറയുന്നുണ്ട് ഇവരുടെ ചാരിറ്റി ഉടായിപ്പ് എന്താണെന്നുള്ളത്. എന്തായാലും പൊതുവിൽ ഇവരുടെ ഈ ഒരു ചാരിറ്റി ഉടായിപ്പ് എന്താണ്, അതിന്റെ ഒരു സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ആകുന്നതെന്ന് ഞാൻ ഇതിന്റെ അവസാനത്തിൽ സംസാരിക്കാം. ബിനു വാഴമുട്ടം നടത്തുന്ന സ്നേഹത്തണൽ എന്ന ഒരു ഓൾഡ് ഏജ് ഹോമിൽ 17 വയസ്സുള്ള ഒരു കുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ചതിന്റെ ഒരു വാർത്ത ഇന്നലെ മുതൽ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആ ഒരു വാർത്ത ഇനിയും അറിയാത്തവരുണ്ടെങ്കിൽ അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. പത്തനംതിട്ട ഓമല്ലൂരിലെ വൃദ്ധസദനത്തിൽ 17-കാരന് മർദ്ദനമേറ്റ സംഭവത്തിൽ പാസ്റ്റർ ബിനു വാഴമുട്ടത്തിനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തുവന്നു. കുട്ടിക്ക് തൊഴിൽ അധിഷ്ഠിത പഠനവും താമസവും നൽകാമെന്ന് പാസ്റ്റർ ബിനു വാഴമുട്ടം ഉറപ്പു നൽകുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ഇയാളുടെ വാഗ്ദാനത്തിൽ വിശ്വസിച്ചാണ് കുട്ടി വൃദ്ധസദനത്തിൽ എത്തിയത്. ഞങ്ങൾ അവനെ പഠിപ്പിച്ചോളും, നമുക്ക് പഠിപ്പിച്ചാലോ? അവൻ റെഡിയാ. അവനെ നമ്മൾ പഠിപ്പിച്ച് എടാ ശരിക്കും അച്ഛൻ പോയിട്ട് എത്ര കാലായി? 12 വർഷമായി. ഈ വാർത്ത ആദ്യമായി പുറത്തു വന്നപ്പോൾ പഠിപ്പിക്കാമെന്ന വാഗ്ദാനം നൽകിയിട്ടില്ല എന്നൊരു കാരണം പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയുണ്ടായി. അന്നേരമാണ് കൃത്യമായിട്ടും ലൈവിൽ നിന്ന് ഈ ഒരു കാര്യം വാർത്താ ചാനലുകൾ എടുത്ത് കാണിച്ചിട്ടുള്ളത്. ഇനിയും എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന് ആ 17 വയസ്സുള്ള കുട്ടി പറയുന്ന വീഡിയോ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. കുഴപ്പമില്ലാതെ വീഡിയോ പിടിപ്പിക്കാനും എഡിറ്റിംഗ് ചെയ്യിപ്പിക്കാനൊക്കെ പഠിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് അവര് പാസ്റ്ററിന്റെ വീട് പണിയാൻ വേണ്ടി ഇതായതുകൊണ്ട് അവര് നേരെ ഞാറും ചൊവ്വയും ഒഴികെ ബാക്കിയുള്ളത് ഇട ദിവസങ്ങളിലെല്ലാം പണിക്ക് കൊണ്ടുപോവുകയും മണ്ണ് ചുമക്കുകയും ഒക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എന്നെപ്പോലെ തന്നെ കുറച്ച് 2-3 പിള്ളേരും ഉണ്ട്. അതിൽ 2 പിള്ളേരും സ്കൂളിൽ പോകും, ബാക്കി ഒരുത്തനും ഞാൻ മാത്രമാണ് ഇങ്ങനെ ഈ പണിക്കും ഇതൊക്കെ പൊക്കോണ്ടിരിക്കുന്നത്. ഇനി കഴിഞ്ഞ 11-ാം തീയതി ഞാൻ ഈ കൊല്ലം മീറ്റിങ്ങിന് വീഡിയോ പിടിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവര് മീറ്റിങ്ങിന് പോയി വന്നു കഴിഞ്ഞിട്ട് മാനേജറായ റെജി എന്ന് പറയുന്നതും പിന്നെ കിച്ചണിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ബെന്നി, സിജോ എന്നിവരെല്ലാവരും കൂടി ഞാൻ കുളിക്കാൻ പോയ ടൈമിൽ റൂമിൽ വന്ന് കയറി. ഇങ്ങനെ ഞാൻ കുളിക്കാൻ പോയ ടൈമിൽ റൂമിൽ വന്ന് കയറിയിട്ട് കഥ അടച്ചു. എന്നിട്ട് ഇവര് പുറകെ നിന്ന് സിജോ കയറി വായിൽ തുണിയും തിരികെയും ബെന്നി പുറകിൽ നിന്ന് അടിക്കുകയും ചെയ്തു. മാനേജറായ റെജി കഴുത്തിന് വട്ടം പിടിച്ച് വെക്കുകയും പിന്നെ ഇവിടേക്ക് അടിക്കുകയും തല പിടിച്ച് ബെഡേലൊക്കെ അടിക്കുകയും ചെയ്തു. എന്നിട്ട് ബെന്നി ആണെങ്കിൽ കാലിന്റെ ഇവിടെ തുടക്കിട്ടും കാൽപ്പത്തിയിലും കൈവെള്ളയിലും ഒക്കെ അടിച്ച് ജോലി ചെയ്യിക്കാറുണ്ടായിരുന്നു. അവിടെ പാസ്റ്ററിന്റെ വീട് പണിയുന്നുണ്ടായിരുന്നു. അപ്പൊ വീട് പണിയാൻ നേരത്ത് ഈ കല്ല് ചുമക്കല്, മണ്ണെടുക്കല്, വെൽഡിങ്, കമ്പി മുറിക്കല്, അങ്ങനെ കുറെ പണിയൊക്കെ ചെയ്യും. മുൻപ് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കും നമ്മൾ ഈ പല പാസ്റ്റർമാരെയും ക്രിട്ടിസൈസ് ചെയ്ത ആൾക്കാരെ ഗുണ്ടകൾ വന്നു ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ എവിടെയെങ്കിലും പിടിച്ചുകൊണ്ട് പോയിട്ട് ഇടിച്ചു എന്നുള്ള കാര്യങ്ങൾ. ഇത് കൃത്യമായും കേട്ട് കഴിയുമ്പോൾ മനസ്സിലാകും അത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണെന്ന്. ഇതേപോലെ ലൈംലൈറ്റിൽ നിൽക്കുന്ന പാസ്റ്റർമാർ ഒട്ടുമിക്ക ആൾക്കാർക്കും പേഴ്സണൽ ഗുണ്ടകളുണ്ട്. അവരെ പക്ഷേ മാനേജർമാരെ, കെയർടേക്കർമാരെ, ഡ്രൈവർമാരെ ഇങ്ങനെയുള്ള തസ്തികകളിലായിരിക്കും അവിടെ നിയമിച്ചിരിക്കുന്നത് എന്നുള്ളത് മാത്രം. പക്ഷേ പ്രൊഫഷണൽ ഗുണ്ടകളാണ് കൂടെയുള്ളത് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട.
പിന്നീട് കഴിഞ്ഞ പ്രാവശ്യം പുനലൂരെ ലിവിംഗ് വാട്ടറിന്റെ കേസ് വന്നപ്പോൾ ആ വീഡിയോയിലും നാണം കെട്ട വിശ്വാസികൾ ഇതേപോലെയുള്ള ക്രൂരകൃത്യങ്ങളെ ന്യായീകരിക്കാനായിട്ട് പറഞ്ഞ കാര്യങ്ങൾ അതവിടെയുള്ള വ്യക്തികൾ ചെയ്തതല്ലേ, അല്ലെങ്കിൽ അവരുടെ ജോലിക്കാർ ചെയ്തതല്ലേ, അതെങ്ങനെയാണ് ഈ പാസ്റ്റർമാരുടെയോ അല്ലെങ്കിൽ നടത്തിപ്പുകാരുടെയോ കുറ്റമാകുന്നത്? എങ്ങനെയാണ് ഇതൊക്കെ ഇവരെ പോലെയുള്ളവരുടെ കുറ്റമല്ലാതായി മാറുന്നതെന്ന് നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരണം. കാരണം ഇതിന്റെ എല്ലാം മുൻസ്ഥാനത്ത് നിൽക്കുകയും ഫേസ് ആയിട്ട് നിൽക്കുന്നത് ഇവരാണ്. ഇതിന്റെ നടത്തിപ്പുകാർ ഇവരാണ്. ഇവരുടെ പേരിൽ തന്നെ ആയിരിക്കും ഇതെല്ലാം ലൈസൻസ് ചെയ്തിട്ടുള്ളത്. ഇത് ടേക്ക് കെയർ ചെയ്യേണ്ടത് ആരാണ്? പിന്നീട് ആ കുട്ടി അവിടെ വ്യക്തമായിട്ടും പറഞ്ഞിട്ടുണ്ട്, ഈ ബിനുവിന്റെ വീട് പണിക്കായിട്ട് ഞായർ ചൊവ്വ ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും ബിനുവിന്റെ വീട് പണിക്കായിട്ട് അവിടെ പോയിട്ട് കട്ട ചുമക്കുക, മണ്ണ് വാരുക, ഓട വൃത്തിയാക്കുക, വെൽഡിങ്, എല്ലാ പണികളും ഒരു 17 വയസ്സുള്ള കുട്ടിയെ കൊണ്ട് ബാലപീഡനം തന്നെയാണ്. ലീഗലൈസ് എത്താത്തൊരു വ്യക്തിയെ കൊണ്ട് ഇതേപോലെ പണിയെടുപ്പിക്കുന്നത് ബാലപീഡനം തന്നെയാണ്. പക്ഷേ നമ്മൾ യൂട്യൂബിൽ ഈ ഒരു വീഡിയോ ഇവിടെ തന്നെ ആ ഒരു വേദിയിൽ ഇയാളുടെ ലൈവിൽ നിന്ന് തന്നെയുള്ള വീഡിയോ കാണുമ്പോൾ നമ്മൾ എന്താണ് വിചാരിക്കുന്നത്? അയ്യോ, എന്തൊരു സ്നേഹസമ്പന്നനായ, എന്തൊരു കാരുണ്യവാനാണ് ബിനു. ഒരു കുട്ടിയെ ആരോരുമില്ലാത്തത് കൊണ്ട് അയാളുടെ മുഴുവൻ ചെലവും ഏറ്റെടുത്ത് പഠിപ്പിച്ച് ജോലി വാഗ്ദാനം ചെയ്ത് കൂടെ കൂട്ടിയിരിക്കുന്നു. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ആ ഒരു കുട്ടി അവിടെ ചെന്നതിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും യാതൊരുവിധ ഐഡിയയുമില്ല. ഇത് തന്നെയാണ് ഇവരുടെ ഈ രോഗശാന്തിയുടെ കാര്യങ്ങളിലും നടക്കുന്നത്. പല ആളുകളും വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, ക്യാൻസർ മാറാനും അതിനും ഇതിനുമായിട്ടൊക്കെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിച്ചു വന്നു പോയതിന് ശേഷം ആരെങ്കിലും തിരക്കാറുണ്ടോ ഇവർക്കൊക്കെ എന്ത് സംഭവിച്ചു? വരുന്നവർ തന്നെ റിയൽ ആണോ എന്നുള്ള കാര്യം ആർക്കും ബോധ്യമില്ല. അതിൻ്റെ കൂടെ വന്നവർക്ക് അസുഖം സത്യത്തിൽ മാറുന്നുണ്ടോ, അതിനുശേഷം അവരുടെ ജീവിതം എന്താകും എന്ന് ആരെങ്കിലും തിരക്കാറുണ്ടോ? നമ്മൾ ആ ലൈം ലൈറ്റിൽ വീഡിയോയ്ക്ക് മുൻപിൽ എന്തെല്ലാം കാണുന്നു അത് വെച്ചിട്ട് ഇവരെ എല്ലാം ആരാധിക്കുകയും അതിനുശേഷം ആ ഒരു വീഡിയോ ഓഫ് ആയതിനു ശേഷം അതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ പിന്നീട് എന്ത് നടക്കുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറ് പോലുമില്ല. ഇനി ആ കുട്ടിയുടെ അമ്മ സംസാരിക്കുന്നതാണ്. കുട്ടിയുടെ അമ്മ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. നമസ്കാരം അമ്മ. ഈ മോനെ എന്താ പറ്റിയത്? അവൻ എന്താ പറഞ്ഞത്? മോനെ അവിടെ പൈസ മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അവിടെ അത്രയും അവര് 3 പേര് ഉപദ്രവിച്ചതാണ്. ഞാൻ രാവിലെ പോയി അവിടുന്ന് കൊണ്ടുവരുമായിരുന്നു സാറേ. അവനെ കണ്ടപ്പോ എന്തായിരുന്നു അവസ്ഥ? എന്നെ അവന് മനസ്സിലായില്ലെന്നുള്ളതാ. ഞാൻ അവിടെ ചെന്ന് നിന്നിട്ട് അവന് ആ റൂം തുറന്ന് അവര് ഇറക്കി കൊണ്ടുവന്നപ്പോ എന്നെ അവന് മനസ്സിലായില്ല. ഞാനാ വന്ന് അവനെ കാണാൻ വന്നിരുന്നു എന്നുള്ള കാര്യം അവന് മനസ്സിലായില്ല. കാരണം അത്രയും 2 ദിവസം അടി കൊണ്ട് അവിടെ കിടന്നിട്ട് അവന് ആരും തിരിച്ചറിയാൻ പറ്റാഞ്ഞിട്ടാണോ പേടിച്ചിട്ടാണോ എന്ന് എനിക്ക് അറിയില്ല. എന്നെ അവന് മനസ്സിലായില്ല. പിന്നെ ഞാൻ എത്രയും പെട്ടെന്ന് അവരോട് സംസാരിച്ചിട്ട് കൊണ്ടുവരുക ചെയ്ത്. അത്രയ്ക്ക് ക്രൂരമായി മർദ്ദിച്ചോ? ദേഹം മുഴുവൻ, ശരീരത്ത് ഫുള്ള് പാടുണ്ട്. 2 തൊടയിലും അടിച്ച് പൊട്ടിച്ചതായിട്ടുണ്ട്. പുറത്ത് നല്ല ചതവുണ്ട്. പിന്നെ തലക്കിട്ടൊക്കെ അടിച്ചിട്ടുണ്ടെന്നാണ്, കട്ടിലിനോട്ട് അടിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞ. അവന് ഫുഡ് കഴിക്കാൻ ഇപ്പൊ ശരിക്കും പറ്റുന്നില്ല. എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ഛർദ്ദിക്കാൻ വരിക. അങ്ങനെ ഭയങ്കര പ്രശ്നം. നടക്കാൻ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. കാലിന്റെ വെള്ളക്കിട്ട് അടിച്ചതുകൊണ്ട് കാല് കുത്താൻ ഭയങ്കര പാടാണ്. മോൻ എന്താ അമ്മയോട് പറഞ്ഞത്? എന്ത് കാര്യത്തിലാണ് അടിച്ചത്? ഇത് പുറത്ത് പറയുന്നതല്ലേ ഈ മോഷണം, അല്ലാതെ എന്തിനു വേണ്ടിയായിരിക്കും അടിച്ചത് ഇവര്? അവന് പഠിക്കാനായിട്ടാണ് അവരവിടെ കൊണ്ടു ചെന്നത്. ഞങ്ങള് അവിടെ ചെന്നപ്പോ ഞങ്ങളോട് പറഞ്ഞത് പഠിപ്പിക്കാം, ജോലി വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ കൊച്ചിനെ ഞാൻ അവിടെ കൊണ്ടുപോകുന്ന അങ്ങനെയാ. അന്ന് അത് കഴിഞ്ഞ് അവനെ പഠിപ്പിക്കാൻ വിട്ടില്ല. അവനെ പണിക്കും പിന്നെ അവിടെ നിൽക്കുന്ന അച്ഛന്മാരെയൊക്കെ കുളിപ്പിക്കാനും വൃത്തിയാക്കാനും ഒക്കെ നിർത്തുകയൊക്കെ ചെയ്തു. പിന്നെ അവരുടെ വീട് പണിയുന്നിടത്ത് കൊണ്ടുപോയി ഓട പോരാനും അങ്ങനെ കുറെ കാര്യങ്ങൾക്കൊക്കെയാ കൊണ്ടുപോയത്. അപ്പൊ ഇവൻ പഠിക്കണം എന്ന് പറഞ്ഞു, മാസ്റ്ററിനെ കാണണം, സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ മാനേജർ അവരൊന്നും സമ്മതിച്ചില്ലെന്നാ പറഞ്ഞു. അവരാരും സമ്മതിച്ചില്ല. അപ്പൊ ഇവൻ ഒരു പ്രാവശ്യം പാസ്റ്ററിനെ കണ്ടപ്പോ എനിക്ക് പഠിക്കണം, ഇല്ല എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞു. അപ്പൊ പാസ്റ്റർ പറഞ്ഞത് നിന്നെ വീട്ടിൽ പോകുന്ന സമയത്ത് ഞാൻ പറയാം, അന്നേരം നീ പോയാൽ മതി, ഇപ്പൊ പോകണ്ടെന്ന് പറഞ്ഞു എന്ന് മാത്രം പറഞ്ഞു. പിന്നെ എനിക്ക് ഈ വിവരമെല്ലാം അറിഞ്ഞു തരുന്ന അവിടെ തന്നെ ഇവരുടെ കൂടുതൽ നിൽക്കുന്ന ഒരു പെങ്കൊച്ച എന്നെ വിളിച്ചു പറഞ്ഞ് ഇന്നപോലെ കൊച്ചിനെ അടിച്ചു, ആന്റി എത്രയും പെട്ടെന്ന് വന്ന് കൊണ്ടുപോയില്ലേ, അവർ തല്ലിക്കൊല്ലും എന്ന് പറഞ്ഞ് എനിക്ക് അവള് രഹസ്യമായിട്ട് ഫോട്ടോ അയച്ചു തന്നു. കൊച്ചിന്റെ അടിച്ച പാടെല്ലാം കൂടെ ഫോട്ടോ അയച്ചു തന്നു. ഞാൻ മോനെ കൊണ്ടുവരുന്ന സമയത്ത് അവർ പറഞ്ഞു ഈ സ്ഥാപനത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഈ സ്ഥാപനത്തിന് ഇതിന്റെ പേരിൽ എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ മോനെ ഞങ്ങൾ പുറം ലോകം കാണിക്കത്തില്ല, ഞങ്ങൾ കേസിൽ ആക്കും, എന്റെ ഭാവി ഞങ്ങൾ ഇല്ലാതാക്കും എന്നാ പറഞ്ഞിരിക്കും. ഇത്രയും നീചമായ പ്രവൃത്തി ചെയ്തിട്ട് ആ ഒരു കുട്ടിയുടെ അമ്മയെ ഭീഷണിപ്പെടുത്തിയത് നമ്മൾ കേട്ടല്ലോ. ഈ ഭീഷണിപ്പെടുത്തുന്നതൊക്കെ വെറുതെ ഒരു ചട്ടമ്പി പറയുന്ന പോലെ ഉള്ള ഭീഷണികളല്ല. ഇവർക്കെല്ലാം കൃത്യമായിട്ടും നല്ല പിടിപാടുകളുള്ള ആളുകളാണ്. രാഷ്ട്രീയത്തിലായിക്കോട്ടെ ഏത് രീതിയിലായിക്കോട്ടെ നല്ല വ്യക്തമായ പിടിപാടുകളുള്ള വ്യക്തികളാണ്. അത് വ്യക്തമായിട്ടും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇയാളുടെയൊക്കെ തന്നെ സോഷ്യൽ മീഡിയ, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് പോലെയുള്ള പേജുകളിലൊക്കെ പോയി നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയക്കാർ ഇവരെ വന്ന് കാണുന്നതും അവരോടുള്ള ഇവരുടെ അടുപ്പവും ഒക്കെ നമുക്ക് വ്യക്തമായി മനസ്സിലാകും. കേരളത്തിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഇതേപോലെയുള്ള കള്ളപ്രവാചകന്മാരുടെ എല്ലാം ഒരു സന്തത സഹചാരിയാണ് വി ഡി സതീശൻ എന്ന വ്യക്തി.
പിന്നീട് ഏതൊക്കെ രാഷ്ട്രീയക്കാരാണ് പുള്ളിക്കാരനെ കാണാൻ വരുന്നതും പുള്ളിയോടൊപ്പം വേദി പങ്കിടുന്നതും പുള്ളിയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതും ആലിംഗനം ചെയ്യുന്നതുമെന്നൊക്കെ നമുക്ക് ഇവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇതേപോലെയുള്ള ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള വ്യക്തികളുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണെന്ന് ഈ സോഷ്യൽ മീഡിയാസ് ഒക്കെ കാണുന്ന ഏതൊരു മനുഷ്യനും വളരെ സഹജമായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇതൊക്കെ അറിയാവുന്ന സാധാരണപ്പെട്ട ഒരു പാവപ്പെട്ട വ്യക്തി ഏതെങ്കിലും വിധത്തിൽ ഇവർക്കെതിരായിട്ട് പ്രതികരിക്കും എന്ന് തോന്നുന്നുണ്ടോ? പിന്നീട് ഇൻകേസ് ഇങ്ങനെ പ്രതികരിക്കുന്നത് ഇതേപോലെ ഇത്രയും സഹിക്കവയ്യാത്ത പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രം ഗതികെട്ടിട്ട് പ്രതികരിച്ചു പോകുന്നതാണ്. അവിടെയും ഈ ഇൻഫ്ലുവൻസ് മാത്രമല്ലാതെ മറ്റൊരു പ്രശ്നമുണ്ട്. ഇവിടത്തേക്ക് വരുന്നവരെല്ലാം ഈ ഒരു കുട്ടി അവിടെ വരുമ്പോൾ തന്നെ പറയുന്നുണ്ട് അത്രയും കഷ്ടപ്പെട്ടാണ് അവരുടെ കുടുംബം കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ അത്രയും ദാരിദ്ര്യത്തിലോ വളരെയധികം ബുദ്ധിമുട്ടുകളോ നേരിടുന്നവരായിരിക്കും ഇവരുടെ അടുത്തേക്ക് വരുന്നത്. അവർക്ക് ആകെയുള്ള ഒരു അത്താണി എന്ന് പറയുന്നത് ഇതേപോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കും. അപ്പോൾ ഇത് വിട്ടുകഴിഞ്ഞാൽ ഞാൻ പുറത്തു പോയി എന്ത് ചെയ്യും എന്നുള്ളൊരു നിസ്സഹായാവസ്ഥ അത് വെച്ചിട്ടായിരിക്കും ഇവരവിടെ നിൽക്കുന്നതും. അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഇവർക്കിനി ഇവിടം വിട്ടുകഴിഞ്ഞാൽ ഒന്നുമില്ല എന്ന തിരിച്ചറിവ്, പൂർണ്ണമായ ബോധ്യം ഉള്ളതുകൊണ്ടുകൂടെയാണ് ഇവർ ഇത്രയും നീചമായ രീതിയിൽ അവരോട് പെരുമാറുന്നത്. ഈ ഒരു പ്രശ്നത്തിന് ശേഷം ചൈൽഡ് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണെന്നാണ് ഞാൻ കരുതുന്നത്. അവിടെ നിന്നും അതിൻ്റെ ഒഫീഷ്യൽസ് പോയിട്ട് ആ സ്ഥലം സന്ദർശിച്ച് അത് കണ്ടതിന് ശേഷം മാധ്യമങ്ങളോട് എന്താണ് പറയുന്നത് എന്ന് കേട്ടു നോക്കാം. വളരെ ദയനീയമാണ്. അവിടെ കയറി മുകളിലോട്ടൊക്കെ പോയപ്പോഴത്തേന് അവരെ എല്ലാം ക്രൂരമായി പീഡിപ്പിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടത്. കാരണം 1-2 ആളുകളുടെ പുറത്തെല്ലാം ഇടിച്ച് ചതഞ്ഞ പാടുകളാണ് കാണാൻ കഴിഞ്ഞത്. അതുപോലെ ഒരു കുഞ്ഞു നമ്മുടെ വീട്ടിലും പൊടി കുഞ്ഞുങ്ങളുള്ള ആളുകളാണ് നമ്മൾ. പക്ഷേ ഇവർ ആ കുഞ്ഞിനെ ഇവിടെ 2 വയസ്സുള്ളൊരു അതിനെ ഇവിടെ കണ്ണിൻ്റെ മോൾ ഭാഗത്ത് ഇവിടെ എല്ലാം മുറിഞ്ഞ് അതിൻ്റെ അമ്മ ഇവിടെ ജോലിക്ക് വന്നത്. അന്നേരം കുഞ്ഞിനെയും കൊണ്ടുവന്നു. പക്ഷേ അവരെയും കൊണ്ട് ഇപ്പം അടുക്കള ജോലി ചെയ്യിച്ചിട്ട് പൈസ പോലും കൊടുക്കാത്ത, ആ കുഞ്ഞിന് പാല് പോലും കൊടുക്കാൻ ആ അമ്മയ്ക്ക് ഒരു അനുവാദം ഇല്ലാത്ത ഒരു സാഹചര്യമാണ് ഞങ്ങൾക്കിപ്പം കാണാൻ കഴിഞ്ഞത്. ഈ പുള്ളിക്കാരി എങ്ങനെയാണ് ബിനു വാഴമുട്ടത്തിനെ കാണുന്നതെന്നും പുള്ളിക്കാരൻ്റെ അടുക്കൽ വരാൻ കാരണമായതെന്നും പറയുന്നുണ്ട്. യൂട്യൂബിൽ ഇതേപോലെയുള്ള വീഡിയോസ് കണ്ടിട്ടാണ് അയാളുടെ അടുക്കൽ വരുന്നത് എന്നാണ് പറഞ്ഞത്. യൂട്യൂബിലെ ലൈവുകളും സോഷ്യൽ മീഡിയാസിലൂടെ ഇതേപോലെയുള്ള സ്നേഹ സന്ദേശങ്ങളും, അതായത് ക്യാമറയ്ക്ക് മുൻപിലെ ഈ സ്നേഹാഭിനയം ഇവർ കൃത്യമായും ഒപ്പിയെടുത്ത ശേഷം അത് മാർക്കറ്റിംഗ് ടെക്നിക്കായിട്ട് സോഷ്യൽ മീഡിയാസിലൂടെ പുഷ് ചെയ്യുന്നു. അതിലൂടെ വളരെ വ്യക്തമായിട്ടും ഇവരുടെ ഇരകളെ എന്ന് തന്നെയാണ് പറയേണ്ടത്. ഇവരുടെ ഇരകളെ ഇവരിലേക്ക് ആകർഷിക്കുന്നു. അത് വിശ്വാസികളായിക്കോട്ടെ, ഇതേപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാരണം ഇവരുടെ അടുക്കൽ വന്ന് അഭയം തേടുന്നവരായിക്കോട്ടെ, അങ്ങനെയുള്ള ഇരകളെ പിടിച്ച് ഇവരുടെ അടുത്തേക്ക് കൊണ്ടുവരികയും അതിനുശേഷം നടക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഞാൻ ആ പുനലൂരെ വീഡിയോയിലും വളരെ കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരുടെ വെബ്സൈറ്റുകളും സോഷ്യൽ മീഡിയയും ഒന്ന് സന്ദർശിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും ഇവരെങ്ങനെയാണ് ഈ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്തിരിക്കുന്നത്, ഇതിൻ്റെ മറവിൽ കാശ് ഉണ്ടാക്കുന്നത്. ഇതിന് കൃത്യമായൊരു പാറ്റേൺ ഉണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തുന്ന, ഒരു സൈഡിൽ കൂടെ ദൈവവിശ്വാസം വിൽക്കുകയും അതിൻ്റെ മറുവശത്തുകൂടി ഇതേപോലെയുള്ള പരിപാടികൾ പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ വെബ്സൈറ്റ്സ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ആ വെബ്സൈറ്റ് സന്ദർശിക്കുകയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ സന്ദർശിക്കുകയും ചെയ്യുകയാണെങ്കിൽ വർഷത്തിൽ 1-2 പ്രാവശ്യം എല്ലാവരെയും ചുറ്റുമിരുത്തി ഭക്ഷണം കൊടുക്കുക, കെട്ടിപ്പിടിക്കുക, ഉമ്മ കൊടുക്കുക. ഇനിയും ചൈൽഡ് ഹോമുകളോ ഓർഫണേജുകളോ ആണെങ്കിൽ വർഷത്തിൽ 1 പ്രാവശ്യം എവിടെയെങ്കിലും ഒരു ട്രിപ്പ് പോവുക, അല്ലെങ്കിൽ അവരോടൊത്ത് എന്തെങ്കിലും ഒരു സ്പോർട്സ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ടർഫിൽ കൊണ്ടുപോവുക. അതിനുശേഷം അതിൻ്റെ ഫോട്ടോസ് എടുത്തിട്ട് ഇങ്ങനെ പ്രസിദ്ധീകരിക്കുക. ഈ ചെയ്യുന്നത് 2 ഉദ്ദേശത്തോടു കൂടിയാണ്. ഒന്നാമതായിട്ടുള്ളത് ഈ പണം കൊടുക്കുന്നവർ, ഇതിലേക്കൊക്കെ ഡൊണേറ്റ് ചെയ്യുന്ന ആൾക്കാരെ ബോധിപ്പിക്കുക. ഞങ്ങൾ ഇവിടെ ഇങ്ങനെയൊക്കെ മഹത്തരമായ രീതിയിൽ അവരെ സുഖസന്തോഷത്തോടു കൂടിയാണ് പോറ്റി പെരുമാറുന്നത് എന്ന് ബോധിപ്പിക്കുക. രണ്ടാമതായിട്ട് മാർക്കറ്റിംഗ് നടത്തി ഇത് കാണിച്ചിട്ട് ഇനിയും കൂടുതൽ ഡോണേഴ്സിനെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഈ പണം അയച്ചു കൊടുക്കുന്ന ആൾക്കാർ ഒരിക്കലും ചിന്തിക്കാറുമില്ല, വറീഡാവാറുമില്ല, എവിടേക്കാണ് ഞാൻ ഈ അയച്ചു കൊടുക്കുന്ന പണമെല്ലാം എത്തിച്ചേരുന്നത്, കൃത്യമായും ഞാൻ കൊടുത്ത പർപ്പസിന് തന്നെ ഇത് ഉപയോഗിക്കപ്പെടുന്നുണ്ടോ, അതോ പാസ്റ്ററിന് വണ്ടി മേടിക്കാനും മണിമാളിക കെട്ടാനുമായിട്ടാണോ എൻ്റെ പണം ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതിൻ്റെ ഒരു അംശം ഇവനെ പോലുള്ളവർക്ക് അയച്ചു കൊടുക്കുന്നത് എന്ന് ഒരു വിശ്വാസിയും അല്ലെങ്കിൽ ഒരു ഡോണേഴ്സും ചിന്തിക്കാറില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, 1 മാസത്തിന് മുമ്പ് ഈ ഒരു കാര്യം നടന്നിട്ട് അത്രയും അടുത്ത ഇടവേളയിലാണ് ഈ ഒരു കാര്യം നടന്നിരിക്കുന്നത്. അവിടെയും വളരെ കൃത്യമായിട്ട് ഒരു കുട്ടിയെ, 6 വയസ്സുള്ള ഒരു കുട്ടിയെ തലകീഴായി കെട്ടിത്തൂക്കുകയും അടിക്കുകയും ഒക്കെ ചെയ്ത വാർത്ത ഇത്രയും നിറഞ്ഞു നിന്നിട്ടും ഒരു ഭയവുമില്ലാതെ, ഇത് വളരെ വർഷത്തിന് ശേഷമല്ല, 1 മാസത്തിന് ശേഷം ഒരു ഭയവും കൂടാതെ വളരെ സധൈര്യം ഇതേപോലെയുള്ള പ്രവൃത്തികൾ വീണ്ടും ചെയ്യാൻ ഇവർക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഇവരുടെ പൊളിറ്റിക്കൽ കണക്ഷൻസും പണവും പവറും എല്ലാത്തിൻ്റെയും ധൈര്യത്തിലാണ് ഇവർ ഈ കാണിച്ചു കൂട്ടുന്നത്. നമ്മുടെ ഗവൺമെൻറ്റുകൾക്കോ രാഷ്ട്രീയക്കാർക്കോ കൃത്യമായ അക്കൗണ്ടബിലിറ്റി, അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഉത്തരവാദിത്തം എടുക്കുക അല്ലെങ്കിൽ ഉത്തരവാദിത്തം പറയേണ്ടി വരിക, അതിനെ ബോധ്യപ്പെടുത്തുക എന്നൊരു കാര്യം ഇല്ലാത്തത് കൊണ്ടും
നമ്മൾ പൊതുജനം എന്ന് പറയുന്നത് ഇതേപോലെയുള്ള എന്ത് കാര്യം വന്നാലും 2 ദിവസം ഓർത്തിരുന്നിട്ട് മറന്നു പോകുന്നവരായതുകൊണ്ടും ഇതും ഒരു വാർത്തയായി ഒരാഴ്ച ഓടിയിട്ട് അതിനുശേഷം ആരും അറിയാതെ പോകും. ബിനു വാഴമുട്ടം എന്ന് പറയുന്ന വ്യക്തി അയാളുടെ പൊളിറ്റിക്കൽ പവർ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെയൊക്കെ തേച്ച് മായ്ച്ച് തീർക്കുന്നതുമായിരിക്കും കൃത്യമായും നമ്മൾ കാണാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതേപോലെയുള്ള കാര്യങ്ങളിൽ ഇന്നത്തെ അവസ്ഥയിൽ ഒരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഗവൺമെൻറ് കൃത്യമായും ഇതേപോലെയുള്ള കാര്യങ്ങൾ വ്യക്തമായും മോണിറ്റർ ചെയ്യുക, ഈ FCRA പോലുള്ള നിയമങ്ങൾ ഇനിയും കർശനമാക്കുക, പിന്നീട് കൃത്യമായ ഇടവേളകളിൽ ഇവിടെയെല്ലാം സർപ്രൈസ് ഓഡിറ്റുകൾ അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻസ് എന്നുള്ളത് ശക്തമാക്കുക. ഇത് എത്രത്തോളം പോസിബിൾ ആണ് എന്നുള്ള കാര്യം സംശയമാണ്. കാരണം നമ്മുടെ ഗവൺമെൻറ്റുകൾക്കോ രാഷ്ട്രീയക്കാർക്കോ അവരുടെ പൗരന്മാരുടെ ജീവിത സാഹചര്യവും അല്ലെങ്കിൽ അവരുടെ ജീവിത പ്രശ്നങ്ങളെക്കുറിച്ചും യാതൊരുവിധ കൺസേണുമില്ല. ഇനിയും ഇതേപോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനെ നിലനിർത്തുന്ന, അതായത് നമ്മളെപ്പോലുള്ള മനുഷ്യർ, നമ്മുടെ പണം അവിടെ ചെല്ലുന്നത് കൊണ്ടാണല്ലോ ഇതേപോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് റൺ ആവുന്നത്. അത് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ പണം അവിടെ എത്തണം. അപ്പോൾ പണം കൊടുക്കുന്നവർ ഈ പണം എവിടേക്ക് ചെല്ലുന്നു, എന്തിനുപയോഗിക്കപ്പെടുന്നു എന്നുള്ളതിനെക്കുറിച്ച് ബോധവാന്മാരാകണം. അങ്ങനെ ഈ പണം കൊടുക്കുന്നവർ അവിടെ കൃത്യമായും സന്ദർശിച്ച് അവിടെയെല്ലാം കണ്ട് കേട്ടതിന് ശേഷം പണം കൊടുക്കുകയാണെങ്കിൽ വ്യക്തമായിട്ടും ആ പരിസരങ്ങളെല്ലാം കാണാനും അവിടുത്തെ വ്യക്തികളോട് സംസാരിക്കാനും അവരുടെ ജീവിത രീതി നിലവാരം എന്നത് മനസ്സിലാക്കാനും സാധിക്കും. അതുമാത്രമല്ലാതെ പലരായി പണം നൽകുന്നവർ നേരിട്ടെത്തുമ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ ഒരു വ്യക്തിക്കെങ്കിലും അവിടെ സന്ദർശിക്കാൻ സാധിച്ചാൽ ഇവിടെയുള്ള വ്യക്തികളുമായിട്ട് നേരിട്ട് കാണാനും ഇടപഴകാനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അതുവഴി ഇവർക്ക് ഇതേപോലെയുള്ള ചൂഷണങ്ങൾ നടത്താൻ സാധ്യതയില്ലാതെയും ആയി മാറും. തീർച്ചയായിട്ടും ഇതേപോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവശ്യം തന്നെയാണ്. ഇങ്ങനെ പലരും കാണിക്കുന്നത് കൊണ്ട് എല്ലാവരും ഇങ്ങനെയാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ഇൻസ്പെക്ഷനോ ഓഡിറ്റിങ്ങോ അല്ലെങ്കിൽ കൃത്യമായ മോണിറ്ററിങ്ങോ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇതേപോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ മനുഷ്യന്മാർക്ക് മാത്രമേ ഇതിന് കൃത്യമായി മോണിറ്റർ ചെയ്യാനും അവരെ അക്കൗണ്ടബിൾ ആക്കാനും സാധിക്കത്തുള്ളൂ.